നവംബർ 20-ാം തീയതി ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് പേജ് 8-ൽ വന്നിട്ടുള്ളത് പ്രിസൺ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അതായത് പ്രിസണുകളിലെ ഓവർ ക്രൗഡിങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ്. അതുമായി ബന്ധപ്പെട്ട കൺസേൺസും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതായിട്ടുള്ളത്. അടുത്തത് എ കൺസിസ്റ്റന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന മറ്റൊരു എഡിറ്റോറിയൽ ആണ്. ഡൽഹിയിലെ എയർ പൊല്യൂഷനെ സംബന്ധിച്ചും എങ്ങനെയാണ് ഈ ഒരു എയർ പൊല്യൂഷൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കും നമ്മൾ മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുമായിട്ട് വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് എ കമ്മ്യൂണിറ്റി ഓൺ ദ മാർജിൻസ് ഇറ്റ്സ് ഹിഡൻ സ്കാർസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സെക്സ് വർക്കേഴ്സും അവരുടെ മെന്റൽ ഹെൽത്തിനെയും സംബന്ധിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ ഒരു വിഭാഗം ആൾക്കാർ. അവർ നേരിടുന്ന ചാലഞ്ചസിനെയും കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നാണ് ഹൗ ഇന്ത്യ കുഡ് കൗണ്ടർ ദ CBAM എന്ന് പറഞ്ഞുകൊണ്ട്. CBAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. യൂറോപ്യൻ യൂണിയൻ അവരുടെ രാജ്യത്തേക്ക് വരുന്ന പ്രൊഡക്റ്റുകളുടെ കാർബൺ എമിഷൻ കുറഞ്ഞ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു CBAM എന്താണ്, അതിന്റെ കോംപ്ലക്സിറ്റീസ് എന്താണ്, ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ചും ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അടുത്തത് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഹൈ അൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഉയർന്ന ഉയരങ്ങളിൽ, പ്രത്യേകിച്ചും പർവ്വതങ്ങളുടെയും മുകളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഹൈ അൾട്ടിറ്റ്യൂഡിൽ സിക്നസ് ഉണ്ടാവുന്നത്, അതിന്റെ ഇഷ്യൂസ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ പ്രത്യേകിച്ചും ഹിമാലയാസിലൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെയാണ് ഈ ഒരു പേജ് 10-ലുള്ള ഡേഞ്ചേഴ്സ് ഓഫ് ഹൈ അൾട്ടിറ്റ്യൂഡ് സിക്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഒരു ഹൈ അൾട്ടിറ്റ്യൂഡിൽ വരുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്നതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഈസ് ഇമ്പോസിങ് താരിഫ്സ് ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പേജ് 10-ൽ വന്നിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിളാണ്. അതായത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ മേലെ അഡീഷണൽ നികുതി താരിഫുകൾ ഇമ്പോസ് ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമാണോ എന്നാണ് അനലൈസ് ചെയ്യുന്നത്. കാരണം US അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യക്ക് അത്തരത്തിലുള്ള ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമാണോ, അത് ഒരു ട്രേഡ് വാറിലേക്കല്ലേ നയിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ് ആണ് ആ ഒരു ആർട്ടിക്കിളിൽ ചെയ്യുന്നതായിട്ടുള്ളത്. വേൾഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അടുത്തത് ഇഫ് ഡയമണ്ട്സ് ആൻഡ് പെൻസിൽസ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് കാർബൺ ഹൗ ഈസ് ദാറ്റ് പെൻസിൽസ് ക്യാൻ റൈറ്റ്. അപ്പോൾ ഡയമണ്ട് അതിന്റെ വ്യത്യസ്ത ഫോമുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. കാർബൺ വ്യത്യസ്ത രൂപത്തിൽ, ഗ്രാഫൈറ്റും ഡയമണ്ടും ഒക്കെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് ആ ഒരു ബേസിക് സയൻസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് എന്താണെന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് അറ്റ് G20 സമ്മിറ്റ് ഇന്ത്യ ചൈന ഡിസ്കസ് റിസംഷൻ ഓഫ് ഫ്ലൈറ്റ്സ് വിസ ഇഷ്യൂവൻസ് എന്ന് പറയും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരു നോർമൻസി സ്റ്റേറ്റിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിർത്തി പ്രശ്നങ്ങളൊക്കെ അത്യാവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിലേഷൻസ് മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേഖലകളിലാണ് സഹകരണം മെച്ചപ്പെടുത്തുന്നത് എന്നുള്ളത് ആ ഒരു വാർത്തയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് ഇന്ത്യാസ് വിഷൻ ഫോർ ഫ്രീ ഓപ്പൺ മാരിടൈം നെറ്റ്വർക്ക് ഈസ് ഫൈൻഡിങ് റെസണൻസ് അക്രോസ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ മാരിടൈം സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പസഫിക് റീജിയനിൽ, ഇന്ത്യൻ ഓഷ്യൻ പസഫിക് ഓഷ്യൻ റീജിയനിൽ ഇന്ത്യ ഒരു വലിയ പവർഫുൾ കൺട്രി ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എഫേർട്ടുകളും അത് ഇന്ത്യയെ എങ്ങനെയാണ് ലോകത്തിൽ ഒരു മാരിടൈം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, ന്യൂസ് ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നമ്മുടെ രാജ്യത്തെ ഇൻഷുറൻസുകൾ പലതരത്തിലുള്ള തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീമാ സുഗം എന്ന് പറയുന്ന ഒരു പോർട്ടലുമായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി IRDA വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഷുറൻസ് മിസ് സെല്ലിങ് അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നത് ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു IRDA ചീഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ബീമാ സുഗം പോർട്ടൽ, എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് റഷ്യ അവരുടെ പുതിയ ന്യൂക്ലിയർ ഡോക്ട്രിൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരുടെ പ്രസിഡന്റ് പുടിൻ സൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ന്യൂക്ലിയർ ഡോക്ട്രിൻ, എന്താണ് റഷ്യയുടെ റിവൈസ്ഡ് ന്യൂക്ലിയർ ഡോക്ട്രിൻ, ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്താണ്, എങ്ങനെയാണ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഉപയോഗത്തെ
സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ് ആണ് ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ സംഭവം, എന്താണ് അതിൽ വന്ന മാറ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അടുത്തത് ആക്ട് ഫാസ്റ്റ് ടു മിറ്റിഗേറ്റ് ദ ഡിസാസ്റ്റർ ഇൻ ടീസ്ത വാലി, ഗ്രൂപ്പ്സ് ഏർജ് PMCMs. പേജ് 20 വന്നിട്ടുള്ള വാർത്ത, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ ഒരു ടീസ്ത വാറിൽ വലിയൊരു ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നത് അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിന് കാരണമായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ദുരന്തം വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതായിട്ടുള്ളത്, ഈ ഒരു ന്യൂസിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ടീസ്ത വാലി, അതിന്റെ ലൊക്കേഷൻ, റിവേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീസ്ത അതിന്റെ ലൊക്കേഷൻ, മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പിക്ചറാണ്, ദ ബിഗ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് പേജ് 20 എൽ കാജാസ് നാഷണൽ പാർക്കിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആണ്. അത് ഏത് രാജ്യത്താണ്? ഇക്വഡോറിലാണ്. മറ്റു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, സാൾട്ട് വാട്ടർ ഫ്ലഡിങ് എ സീരിയസ് ലൈഫ് ഫയർ ത്രെറ്റ് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾ. ഇത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇന്നലെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഓൺലൈനിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് 1000 days ഓഫ് ഉക്രൈനിയൻ റെസിലിയൻസ് എന്നുള്ളതാണ് പേജ് 8. ഇതും ഉക്രൈനിയൻ വാറിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഓവർവ്യൂ ആണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് കുറച്ച് ടോപ്പിക്സുകൾ കൂടുതലുണ്ട്, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. സിവിൽ സർവീസ് എക്സാമിൽ വളരെ റിലവൻ്റ് ആണത് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അനാലിസിസ് ആവശ്യമാണെങ്കിൽ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ന്യൂസ് അനാലിസിസ് എല്ലാ ദിവസവും കണ്ട് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ച് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക.